ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞ 2 കുഞ്ഞുങ്ങൾ വയ്യാതെ നിൽക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഒരു കുഞ്ഞ് ചത്ത് കൈസ്. ഒരു കുഞ്ഞ് ചത്ത് പടവായി, അത് ചത്ത്. അപ്പം വേറെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇത് ചത്തില്ല, ഇതിന് ജീവനുണ്ട്. കണ്ടാൽ ചത്തെന്ന് വിചാരിക്കും, അത് ജീവനുണ്ട്. ഓക്കെ, അപ്പോൾ ആൾ ചാവാറിയിരിക്കുകയാണ്, എന്തായാലും ചാവും. അതുപോലെ ഇതാണ്, ഇതിപ്പം ഈ കോഴിയുടെ കാഷ്ടമാണ്, ഇപ്പോൾ റെഡ് കളറാണ് കാഷ്ടം. അപ്പം ഞാൻ ഈ കോഴികളെ വാങ്ങിയുണ്ടത്, അതിന് ജീവനുണ്ട്, കാലൊക്കെ ഞാൻ അടിക്കുന്നുണ്ട്, അപ്പോൾ അതിന് ജീവനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി കോഴികളെ വാങ്ങി അവിടെ ചേട്ടനെ വിളിച്ചറിയാം, ചേട്ടാ ഇതിനൊക്കെ എന്താണ് സംഭവം, ചേട്ടൻ ഫോട്ടോ അയച്ചു തരാൻ പറയാം. ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്ത് ആ കോഴി കാഷ്ടത്തിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ ചേട്ടൻ എന്തോ ഒരു അസുഖമുണ്ട്, ആ അസുഖമാണ്. അപ്പോൾ ഈ കൂടി തണുപ്പുണ്ടായിരുന്നു, ഈ ഡോറിന് സൈഡിൽ വെള്ളം വീണ് തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രാത്രി ഇവിടെ കിടക്കുന്നത്, നമ്മുടെ കൂടുതൽ ഇത്ര സ്പേസ് ഉണ്ടായിട്ട് ഈ കോഴിയിൽ വെള്ളം നനവുള്ള ഇവിടെ കിടക്കത്തുള്ളൂ. അപ്പോൾ ഈ തണുപ്പ് അടിച്ചിട്ട് ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു. ഓക്കെ, മഞ്ഞൊക്കെ നല്ല അടിപൊളി തണുപ്പായിരുന്നു. പിന്നെ രാവിലെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെ തണുപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തണുപ്പ് അടിച്ചിട്ട് 2 കുഞ്ഞുങ്ങൾക്കും ആ ഒരു അസുഖം വന്നിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഈ അസുഖം പടരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇനി എന്തെങ്കിലും വല്ല വയ്യായി ഉണ്ടെങ്കിൽ എല്ലാവരും ചത്തു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് വാങ്ങണം. ഓക്കെ, എന്തെങ്കിലും സൂപ്പർ എന്തോ മരുന്നിൻ്റെ പേര് പറഞ്ഞു, അത് നമുക്ക് കടയിൽ പോയി വാങ്ങണം. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ അസുഖം പകർന്നിട്ട് ചത്തുപോകും. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ കൂട് എപ്പോഴും ഉണങ്ങി കിടക്കണം, ഡ്രൈ ആയി കിടക്കണം. നനവുണ്ടെങ്കിൽ കോഴികൾക്ക് അസുഖം വരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തൽക്കാലത്ത് നമ്മുടെ കോഴികൾക്ക് നമ്മൾ മഞ്ഞപ്പൊടി കലക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൽക്കാലം അവർ മഞ്ഞപ്പൊടി വെള്ളം കുടിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് കടയിൽ മരുന്ന് വാങ്ങിച്ച് കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മറ്റേ കുഞ്ഞിനെ കുഴിച്ചിടാം. ഇനിയിപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ കാര്യമില്ല, ഒരു കുഞ്ഞിനെ കുഴിച്ചിടാം. ഉടനെ ഇനി ചാവാണ്ട്, എന്തായാലും ചത്തിട്ട് നമുക്ക് കുഴിച്ചിടണം. ഓക്കെ, ഇതിനെ കുഴിച്ചിടാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 2 കുഞ്ഞുങ്ങൾ ചത്തുപോയിരിക്കുകയാണ്, നമ്മൾ കുഴിച്ചിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ വിഷമത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്, നമ്മൾ ഈ കോഴി ഫാമിലൊക്കെ സ്വാഭാവികമാണ് ഇതൊക്കെ. എന്നാലും നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വേണം, അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും അസുഖം പകരും. ഓക്കെ, എന്തായാലും നമുക്ക് ഇവരെ കുറിച്ചിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ് ബൈ.